കേരളത്തിൽ ഭരണമാറ്റം പ്രവചിച്ചുകൊണ്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിട്ട് 24 മണിക്കൂർ ആവുകയാണ്. വലിയ പ്രതികരണങ്ങൾ ആ എക്സിറ്റ് പോളിനോട് വന്നുകൊണ്ടിരിക്കുന്നു. ഭരിക്കുന്ന LDFും അതിന് നേതൃത്വം നൽകുന്ന CPMും എക്സിറ്റ് പോളുകൾ എന്തായാലും അധികാരത്തിലേക്ക് തിരിച്ചു വരും തങ്ങൾ എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. UDF ആകട്ടെ എക്സിറ്റ് പോളുകളെ സ്വീകരിക്കുമ്പോൾ തന്നെ ഇതിലും വലിയൊരു വിജയം തങ്ങൾക്കുണ്ടാകും, എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നതിനേക്കാൾ വലിയ വിജയം തങ്ങൾക്കുണ്ടാകും എന്ന് പ്രതീക്ഷയും പങ്കുവയ്ക്കുന്നു UDF. എന്തൊക്കെ ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലേക്ക് ഏജൻസികൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. ആ ഘടകം ഏതൊക്കെ ആസ്പെക്റ്റുകൾ പരിശോധിച്ചിട്ടാണ് ഇത്തരമൊരു ഫലത്തിലേക്ക് എത്തിയത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് എക്സിറ്റ് പോളുകൾ എത്രത്തോളം കൃത്യമാണ്, അല്ലെങ്കിൽ ആ പ്രവചനങ്ങളിൽ എത്രത്തോളം നമുക്ക് വിശ്വസിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കാം. 2 എക്സിറ്റ് പോളുകളാണ് ആക്സിസ് മൈ ഇന്ത്യ, സീ വോട്ടർ. UDFന് വലിയ വിജയം പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ പ്രവചിക്കുന്നത്. ആക്സിസ് മൈ ഇന്ത്യ 82 മുതൽ 90 സീറ്റ് വരെ UDFന് പ്രവചിക്കുമ്പോൾ സീ വോട്ടർ 84 മുതൽ 94 വരെ സീറ്റുകൾ UDFന് പ്രവചിക്കുന്നുണ്ട്. മറ്റ് ഏജൻസികളൊക്കെ ഏതാണ്ട് 75-നും 65-നും ഇടയിലാണ്. 65 സീറ്റ് വരെ LDFനും 75 സീറ്റ് വരെ UDFനും എന്ന പ്രവചനമാണ് ഏതാണ്ട് നടത്തിയിരിക്കുന്നത്. അതിൽ ആക്സിസ് മൈ ഇന്ത്യയാണ് അവരുടെ പ്രവചനത്തിന് ആധാരമായ വിവിധ ഘടകങ്ങൾ, അത് സാമുദായിക ഘടകങ്ങളുണ്ട്, ഏജ് ഫാക്ടറുണ്ട്, മറ്റ് പരിഗണനകളുണ്ട്, ഇതെല്ലാം വ്യക്തമാക്കിക്കൊണ്ടുള്ള കണക്കുകൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. മറ്റ് ഏജൻസികൾ ആരും തങ്ങളുടെ സാമ്പിളിംഗ് സൈസിൻ്റെ, ഇപ്പോൾ സീ വോട്ടർ അവരുടെ സാമ്പിളിംഗ് സൈസ് 30,000 ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി അതിലേതൊക്കെ വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, സാമുദായിക സന്തുലനം ഏത് വിധത്തിലാണ്, അവരുടെ റിയാക്ഷൻസ് ഏത് വിധത്തിലാണ്, ഇത്തരം കണക്കുകൾ പുറത്തേക്ക് വിട്ടിട്ടില്ല. ആക്സിസ് മൈ ഇന്ത്യ മാത്രമാണ് സത്യത്തിൽ ഈ മറ്റ് ഘടകങ്ങൾ, സർവേയിൽ ഉൾപ്പെടുത്തിയ വിവിധ വിഭാഗങ്ങൾ ഏത് വിധത്തിലാണ് പ്രതികരിച്ചത് എന്നുള്ളത് സംബന്ധിച്ചുള്ള കൃത്യമായ കണക്കുകൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ബഷീർ, നമ്മളിത് സംസാരിക്കുമ്പോൾ ഒരു സാമ്പിൾ സൈസിൻ്റെ കണക്ക് കൃത്യമായിരിക്കുക, ആ സാമ്പിൾ സൈസിൽ ഏതൊക്കെ ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മതവിഭാഗങ്ങൾ, സാമുദായിക വിഭാഗങ്ങൾ, ഏജ്, ജെൻഡർ, ഇങ്ങനെ വിവിധ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി നടത്തുന്ന ഒരു പഠനത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോഴാണല്ലോ അതിന് കുറെ കൂടെ ആധികാരികത വരിക. അതില്ലാതെ വരുമ്പോൾ ഏത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പ്രവചനങ്ങൾ വരുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായിട്ട് വരില്ലേ? എക്സിറ്റ് പോളിൽ പങ്കെടുത്ത ഏജൻസികളുടെ പൊതുവായുള്ള വിശ്വാസ്യത തന്നെ ഇത്തവണത്തെ നമുക്കങ്ങനെ അളക്കാൻ കഴിയാത്ത വിധത്തിൽ അപരിചിതമായ ഏജൻസികൾ പലതും പങ്കെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വോട്ടെടുപ്പിന് മുമ്പുണ്ടായിരുന്ന പ്രവണതയ്ക്ക് ശേഷം, ഇപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞ് ഉള്ള ഒരു 4 ആഴ്ചക്കാലത്തെ ഒരു പൊതു ധാരണ കൂടി വച്ച് എഴുതി തയ്യാറാക്കപ്പെട്ട പോലെ പുറത്തു വന്ന എക്സിറ്റ് പോളുകളുണ്ട്. പക്ഷെ നമ്മൾ ഇന്നിവിടെ അനലൈസ് ചെയ്യുന്ന ഈ ആക്സിസ് ഇന്ത്യയുടെയും അതോടൊപ്പം സീ വോട്ടറിൻ്റെയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണക്കുകൾ കൂടി പുറത്തുവിടുന്നുണ്ട് എന്നതാണ് ഈ 2 പ്രത്യേകത. ഇതിൽ രാജീവ് ഇവിടെ പറഞ്ഞതുപോലെ ഒരു ഇലക്ടറേറ്റ് വോട്ട് ചെയ്യാൻ കാരണമാക്കുന്ന എല്ലാ ഫാക്ടേഴ്സും ഏറെക്കുറെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സാമ്പിൾ സൈസ് കിട്ടിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ എക്സിറ്റ് പോൾ കറക്റ്റായിത്തീരൂ. അതിൽ ഇപ്പോൾ സാമുദായിക പരിഗണന ചിലപ്പോൾ അത് പരിഗണനയിൽ വന്നില്ല എന്ന് വരാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക റീജനുമായി ബന്ധപ്പെട്ട് മലബാർ റീജൻ അല്ലെങ്കിൽ സെൻട്രൽ കേരള എന്ന വിധത്തിൽ ഉള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ആ വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അത് ഈ സാമ്പിളിൽ കൃത്യമായി വന്നിട്ടില്ലെങ്കിൽ, എന്ന് പറഞ്ഞാൽ ജിയോഗ്രഫിക്കലി ഡെമോഗ്രഫിക്കലി ഒക്കെ കൃത്യം സാമ്പിൾ ആണെങ്കിൽ മാത്രമേ, ഏജ് വൈസ് പോലും കൃത്യം സാമ്പിൾ ആണെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഈ എക്സിറ്റ് പോളിൻ്റെ ഫലം ശരിയാവുകയുള്ളൂ. അതിൽ തന്നെ കഴിഞ്ഞ തവണ ഞാൻ ഇന്നയാൾക്കാണ് വോട്ട് ചെയ്തത് എന്ന് റിവീൽ ചെയ്യപ്പെടുന്നില്ലെങ്കിൽ എക്സിറ്റ് പോൾ തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഈ 2 സർവേകളും, ഇപ്പോൾ സീ വോട്ടറിൻ്റെ സർവേയും ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേയും അതിൻ്റെ പിൻകണക്കുകൾ കൂടി പറയുന്നുണ്ട് എന്നതുകൊണ്ട് അത് വെച്ച് നമുക്ക് കുറെ കൂടി വിശകലനത്തിന് സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്പം ആധികാരികമായ 2 സർവേകൾ എന്ന് പറയാവുന്നത് ഇത് തന്നെയാണ്. എൻ്റെ ഒരു വ്യക്തിഗതമായ തോന്നൽ ഈ 2 സർവേകൾ പറയുന്ന നമ്പറിലേക്കായിരിക്കും കുറെ കൂടി ഫലം ചേർന്ന് നിൽക്കുക എന്നാണ്. റൈറ്റ്. സുനിൽ, നമ്മൾ ആദ്യം ഈ ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരളം ഇലക്ഷനിലേക്ക് പോകുമ്പോൾ തന്നെ
സാമുദായിക വിഭാഗങ്ങളുടെ ഒരു ധ്രുവീകരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ നിരന്തരം വിദ്വേഷ പ്രസ്താവനകൾ നടത്തുമ്പോൾ അതിനെ LDFോ CPM ലീഡർഷിപ്പോ തള്ളി പറയാത്തത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയിൽ ഒരു മൈനോറിറ്റി കൺസോളിഡേഷൻ UDFന് അനുകൂലമായിട്ട്, പ്രത്യേകിച്ച് ഒരു മുസ്ലിം കൺസോളിഡേഷൻ UDFന് അനുകൂലമായി ഉണ്ടാകുന്നു എന്ന ഒരു വിശകലനവും പുറത്തേക്ക് വന്നിരുന്നു. ആക്സിസ് മൈൻഡിയുടെ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ UDFന് ക്രിസ്ത്യൻ വിഭാഗത്തിൽ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ 17% വോട്ട് കൂടുതൽ കിട്ടും എന്ന് അവർ പ്രവചിക്കുന്നുണ്ട്. മുസ്ലിം വിഭാഗത്തിലും ഏതാണ്ട് 17% വോട്ട് കൂടുതൽ കിട്ടും എന്ന് അവർ പ്രവചിക്കുന്നുണ്ട്. അതേസമയം LDFനെ സംബന്ധിച്ച് പട്ടിക വിഭാഗത്തിൽ 57% വോട്ടാണ് അവർ ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. അതായത് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ 9% അധികം വോട്ട് പട്ടിക വിഭാഗത്തിൽ നിന്ന് LDFന് അധികമായി കിട്ടും എന്ന് ആക്സിസ് മൈൻഡ് പ്രവചിക്കുന്നു. ഈഴവ വിഭാഗത്തിൽ ഇത്തവണ 47% വോട്ട് LDFന് കിട്ടും. അതായത് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാളും 1%. കഴിഞ്ഞ തവണ 46% ആയിരുന്നെങ്കിൽ ഇത്തവണ അത് 47% ആകും എന്ന് പ്രവചിക്കുന്നുണ്ട്. ഞാൻ ഈ 2 ഫാക്ടേഴ്സ് മാത്രമാണ് ഇപ്പോൾ എടുക്കുന്നത്. മറ്റ് ഘടകങ്ങളിലേക്ക് നമുക്ക് പിന്നെ വരാം. അതായത് പ്രീപോൾ കേരളത്തിലൊരു പൊളിറ്റിക്കൽ സിനാരിയോ എന്തായിരുന്നു, അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആക്സിസ് മൈൻഡിയുടെ ഈ പ്രവചനത്തിലുണ്ട് എന്ന് കരുതാമോ? ഇതിലെനിക്കിത് ഇത്തരം എക്സിറ്റ് പോളുകളുടെ ഒരു പരിമിതിയായിട്ട് എനിക്ക് തോന്നുന്നത്, ഒരു കേരളത്തിൽ പൊളിറ്റിക്കൽ വോട്ട് കൂടിയുണ്ട് ഓരോ പാർട്ടികൾക്കും. അത് CPMനുണ്ട്, കോൺഗ്രസിനുണ്ട്, മുസ്ലിം ലീഗിനുണ്ട്, CPIക്കുണ്ട്. അത് ഈ ഇത്തരം സർവേകളിൽ പലപ്പോഴും പരിഗണിക്കാറില്ല എന്നുള്ള പ്രശ്നമുണ്ട്. ഈ സമുദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഉള്ളതാണ്, അതാണ് പുറത്തുവരുന്നത്. സമുദായം ഒരു ഘടകം തന്നെയാണ് കേരളത്തിൽ. നമ്മൾ എത്ര പുരോഗമനപരമാണെന്ന് പറഞ്ഞാലും ജാതി, സമുദായം പ്രധാനം തന്നെയാണ്, മതവുമൊക്കെ പ്രധാനം തന്നെയാണ്. ആ നിലയ്ക്ക് അതിൻ്റെ ഒരു കൺസോളിഡേഷനും ഒരു മുന്നണിയുമായി അത് തെറ്റിപ്പിരിയുന്നതുമൊക്കെ വോട്ടിനെ ബാധിക്കുന്ന ഒരു ഘടകം കൂടിയാണ്. ആ നിലയ്ക്കാണ് ആക്സിസ് ഇന്ത്യയുടെ നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതിന് ചില സമുദായങ്ങൾ ചെന്ന് ചേരുന്നു അല്ലെങ്കിൽ പിരിഞ്ഞു പോകുന്നു എന്നുള്ളതിന് അപ്പുറത്ത് അതിനും ചില രാഷ്ട്രീയ കാരണങ്ങളുണ്ടെന്ന് ഞാൻ വിചാരിക്കും. ഇപ്പം നേരത്തെ രാജീവ് പറഞ്ഞ പോലെ വെള്ളാപ്പള്ളി നടേശൻ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ LDFൻ്റെ ഒരു സ്പോയിലർ ഫാക്ടറാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അദ്ദേഹം LDFൻ്റെ ഭാഗമല്ല, പക്ഷെ നിരന്തരമായി ആ ഒരു ബന്ധം LDFനെ പരാജയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതൊരു ഫാക്ടറായിട്ട് മാറുന്നുണ്ട്. അതെങ്ങനെയാണ് അത് വന്നുപെടുന്നത്? LDF ഒരു കാരണവശാലും LDFുമായി ബന്ധപ്പെടുന്ന ആളല്ല. അദ്ദേഹത്തിന് രാഷ്ട്രീയമായ പല അഭിപ്രായങ്ങളും ഉള്ളത് യഥാർത്ഥത്തിൽ BJP അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയത്തെയാണ് അദ്ദേഹം നിരന്തരമായി പ്രൊമോട്ട് ചെയ്യുന്നത്. അദ്ദേഹവും കുടുംബവും, അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞത് ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ഒരുപക്ഷെ NDA അധികാരത്തിൽ വരുമെന്നാണ്. അദ്ദേഹത്തിൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി NDAയുടെ ഘടകകക്ഷിയുടെ നേതാവാണ്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇദ്ദേഹവും പരോക്ഷമായി മാറി പക്ഷേ ഈ LDFുമായിട്ടാണ് ഇതിൻ്റെ അഫിലിയേഷൻ വരുന്നത്. ഇത് സ്വാഭാവികമായിട്ടും അതിൻ്റെ എതിർ ഗ്രൂപ്പുകൾക്കിടയിൽ, പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഒരാൾ പറയുന്നത് മുഴുവൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയാണ്. അത് മുസ്ലിങ്ങൾക്കെതിരെയാകാം, ക്രിസ്ത്യാനികൾക്കെതിരെയാകാം. അപ്പോൾ ഇവരിതെല്ലാം കേരളത്തിൻ്റെ മുഴുവൻ വിഭവങ്ങളും അവർ കൊണ്ടുപോകുന്നു, നമുക്കൊന്നും കിട്ടുന്നില്ല എന്ന നിലയ്ക്കാണ് പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നത് മറ്റു വിഭാഗങ്ങളിൽ ഒരു അസംതൃപ്തി ഇദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇദ്ദേഹത്തെ ചേർത്ത് പിടിക്കുമ്പോൾ സംഭവിക്കുന്നത്, ഇദ്ദേഹം നടത്തുന്ന വിദ്വേഷ പ്രചാരണത്തിൻ്റെ ഒരു ഫലം ഇവരിലേക്ക് കൂടെ എത്തുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ആ എതിർപ്പ് ഈ പാർട്ടിയിലേക്കാണ് ചെല്ലുന്നത്. CPM എന്ന പാർട്ടിയിലേക്കോ LDFിലേക്കാണ് ചെല്ലുന്നത്. ഈ വോട്ടിൻ്റെ കണക്ക് വെച്ച് ഈ ആക്സിസ് മൈൻഡ് തരുന്ന കണക്ക് വെച്ചിട്ട് ഈഴവ വോട്ടിൽ വന്ന ഷിഫ്റ്റ് ഈ പറഞ്ഞ കാര്യത്തോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കും. LDFന് 47, ഈഴവരിൽ 47% പേർ LDFന് വോട്ട് ചെയ്തു എന്നാണ്. അത് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ 1% മാത്രം കൂടുതൽ, 1% മാത്രം കൂടുതൽ. UDFന് 26% ഈഴവർ വോട്ട് ചെയ്തു എന്നാണ്. അത് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ 8% കുറവാണ് എന്ന് പറയുന്നു. NDAക്ക് 23% ഈഴവർ വോട്ട് ചെയ്തിരിക്കുന്നത് NDAക്കാണ്. അതായത് 7% കൂടുതലാണ്. മറ്റ് കിട്ടിയതിനേക്കാളും 23% ഈഴവർ LDFന് NDAക്ക് വോട്ട് ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞ തവണ NDAക്ക് കിട്ടിയതിനേക്കാൾ 7% കൂടുതലാണ്. ഈ പ്രചാരണം അതായത് അതോടൊപ്പം അതേഴ്സ് എന്ന കാറ്റഗറിയിൽ 4% ഈഴവർ വോട്ട് ചെയ്തിരിക്കും. ഇതിന്റെ അർത്ഥം വിജയരാഘവനും AK ബാലനും വെള്ളാപ്പള്ളി നടേശനും എല്ലാം കൂടി ചേർന്നുണ്ടാക്കിയ ഒരു ഈഴവ വോട്ടിന് വേണ്ടി എന്ന മട്ടിൽ ഉണ്ടാക്കിയ, ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിശബ്ദമായി അനുവദിച്ചു കൊടുത്ത വെള്ളാപ്പള്ളിയുടെ ഇമ്പാക്റ്റ് പോസിറ്റീവായി വന്നിരിക്കുന്നത് NDAക്കാണ്. +7 എന്നതിലേക്ക്. അത് +1 മാത്രമാണ്
LDF എത്തുന്നത്. അതായത് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണൽ പോളറൈസേഷൻ ഈഴവ വിഭാഗത്തിൽ ഉണ്ടായി, അത് NDAക്ക് അനുകൂലമായി ഭവിച്ചു എന്നാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ ഡാറ്റ വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാവുന്നത്. അതായത് ഇപ്പം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ അല്ലെങ്കിൽ പാലക്കാട് വരെയുള്ള മേഖലകളിൽ CPM-നെയും LDF-നെയും പിന്തുണച്ച ജനവിഭാഗങ്ങളിൽ വലിയ ചോർച്ചയുണ്ടായി എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ എടുത്തൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ വെള്ളാപ്പള്ളി നടേശന്റെ 1% വോട്ടാണ് പക്ഷേ അതുവഴി കിട്ടിയത്. ഈ കണക്കനുസരിച്ച് ഈ പ്രൊജക്ഷൻ അനുസരിച്ചാണെങ്കിൽ 1% വോട്ട് മാത്രമാണ് ആ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിട്ട് അവരെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ബെനിഫിറ്റ് ആയി കിട്ടുന്നത് ഈ 1% വോട്ട്. അതേസമയം മുസ്ലിം വോട്ടിലേക്ക് പോകുമ്പോൾ മറുവശത്ത് UDF-ന് അനുകൂലമായ ഒരു പോളറൈസേഷൻ ഉണ്ടായി എന്നുള്ളതാണ് അതിന്റെ വേറൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അതായത് ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ 17% വോട്ടുകൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഇത്തവണ UDF-ന്. ക്രിസ്ത്യൻ വിഭാഗങ്ങൾ UDF-ൻ്റെ ഒരു ബേസ് ആയിരുന്നു ഒരു ഘട്ടം വരെ. പക്ഷേ 2016 സംഭവിച്ചത് 21 സംഭവിച്ചത് ഈ ക്രിസ്ത്യൻ വോട്ടുകളിൽ വലിയൊരു വിഭാഗത്തെ അങ്ങോട്ടേക്ക് എത്തിക്കാൻ, LDF-ലേക്ക് എത്തിക്കാൻ അവർ കാലങ്ങളായി ശ്രമിക്കുന്നത് 21 കൂടി അതൊരു വലിയ വിജയം കണ്ടിരുന്നു. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ, ജോസ് കെ മാണിയെ LDF-ൽ എത്തിക്കുന്നത് വഴി മധ്യ കേരളത്തിൽ, അതായത് തൃശ്ശൂർ മുതൽ അങ്ങോട്ട് എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ഈ ജില്ലകളിൽ ഈ ക്രിസ്ത്യൻ വോട്ടുകൾ LDF-ന് അനുകൂലമായി, നേരത്തെ അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകളായിരുന്നു, അതിലൊരു വിഭാഗം വോട്ടുകളെ എത്തിക്കാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ വോട്ടുകളിൽ 17% UDF-ന് അനുകൂലമായി മാറിയിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇവർക്കുണ്ടായിരുന്ന വോട്ടുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു, LDF-ന് ഒപ്പം ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിലും ഉണ്ടായിരിക്കുന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ 21 സാഹചര്യം കൂടെ നമ്മൾ പരിഗണിക്കുന്നുണ്ട്. 21 LDF വലിയ വിജയം നേടുമ്പോൾ അതിലൊരു പങ്ക് മുസ്ലിം വോട്ടുകൾ ആളായിരുന്നു. അതിനൊരു കാരണം CAA പോലുള്ള ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്നു. അത് മുസ്ലിങ്ങൾക്കെതിരായി, മുസ്ലിങ്ങളുടെ പൗരത്വം കളയാനുള്ള ഒരു പദ്ധതിയാണ് അവർ നടപ്പാക്കുന്നത് എന്നുള്ള നിലയ്ക്ക് വലിയ പ്രചാരണം വന്ന് അഖിലേന്ത്യാ തലത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലും നടന്നിരുന്നു. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ അതിനെതിരെ രംഗത്തിറങ്ങിയെങ്കിലും മുസ്ലിം സമുദായത്തിന് ഒരു സ്ട്രോങ് ആയ ഒരു സംരക്ഷകരായി തോന്നിയത് അന്ന് LDF-നെയും CPM-നെയും ഒക്കെ ആയിരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഈ മുസ്ലിം വോട്ടുകളുടെ വലിയൊരു ശതമാനം അന്ന് LDF-നെ സഹായിക്കുകയുണ്ടായി. പക്ഷേ ഇപ്പോൾ അന്ന് സംഭവിച്ചത് ഈ ഇത്തവണ 63%, അതും 17 തന്നെയാണ്, 17% UDF-ലേക്ക് തിരിച്ചു കിട്ടി. അപ്പോൾ അത് കൊണ്ടുവരുന്നതിൽ ഇത് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല. മുസ്ലിം ലീഗ് കൈവരിച്ചിരിക്കുന്ന കുറേ കൂടെ ശക്തമായൊരു അടിത്തറ, പല മുസ്ലിം ലീഗിനെതിരായി വന്ന പല പൊളിറ്റിക്കൽ ഗ്രൂപ്പുകളെയും, അവർക്ക് ചലഞ്ചായി മാറിയിരുന്ന പല പൊളിറ്റിക്കൽ ഗ്രൂപ്പുകളെ അപ്രസക്തമാക്കിക്കൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഞങ്ങളാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞു. അതിന് മറ്റ് വിഭാഗങ്ങളിലേക്ക് കൂടെ അവർക്ക് വ്യാപിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്ട്, ആക്സിസ് മൈ ഇന്ത്യയുടെ കണക്ക് മുസ്ലിം വോട്ടിൽ ഇത്തവണ 31% മുസ്ലിങ്ങൾ LDF-ന് അനുകൂലമായി വോട്ട് ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞ തവണത്തെക്കാൾ 17% കുറവാണ്. ഈ 17 നേരെ അപ്പുറത്ത് പോയി 63% പേർ, 63% മുസ്ലിം വോട്ട് UDF-ന് കിട്ടിയിരിക്കുന്നു. അത് കഴിഞ്ഞ തവണത്തെക്കാൾ 17% കൂടുതൽ. അതേ കണക്കല്ല സത്യം പറഞ്ഞാൽ ക്രിസ്ത്യൻ വോട്ടിന്റെ കാര്യത്തിലുണ്ട്. അതിലൊരു കോംപ്ലിക്കേഷൻ. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് 60% വോട്ട് UDF-ന് കിട്ടും എന്നാണ് ഈ സർവേ പ്രവചിക്കുന്നത്. അത് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ 17% കൂടുതലാണ് എന്ന് പറയുകയും ചെയ്തു. പക്ഷെ അത് എവിടെ നിന്ന് വരുന്നു എന്ന കാര്യത്തിൽ ഒരു കൃത്യതയില്ല. കാരണം LDF-ന് 34% വോട്ടേ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ 9% കുറവാണ് എന്ന് പറയുന്നു. NDAക്കാകട്ടെ -2 5%, കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ 2% കുറവാണ്. ഈ 17% എവിടെ നിന്ന് വരുന്നത് ക്ലാരിറ്റി ഇല്ല. കണക്കിലെ ടാലി ആവുന്നുണ്ട്. ഈ അതേഴ്സ് എന്ന കാറ്റഗറിയിൽ 1% മാത്രമാണ് ഇത്തവണ ക്രിസ്ത്യൻ വോട്ടുള്ളത്. അത് -6 ആണ് എന്ന് പറയുന്നു. ഒരു പക്ഷേ ഇക്കഴിഞ്ഞ 2021 വോട്ട് രണ്ട് മുന്നണിക്ക് അപ്പുറത്ത് നിന്ന് മറ്റ് മുന്നണികളിലേക്ക് പോയതിന്റെ കണക്ക്. അല്ല, അവിടെ വേറൊരു കാര്യമുണ്ട്. ഇപ്പം ഈ ഒന്ന് മറ്റു ചില പാർട്ടികൾ അന്ന് സജീവമായിട്ടുണ്ടായിരുന്നു. അതായിരിക്കണം ഈ കണക്ക്. AAP 2021 കുറെ കൂടെ സജീവമായി വലിയ ആളുകളെയൊക്കെയാണ് അണിനിരത്തി ഇവിടെ മത്സരിച്ചത്. വലിയ നേതാക്കന്മാർ അന്ന് അതേഴ്സ് കാറ്റഗറിയിൽപ്പെട്ട 2020 പാർട്ടികളും ചില മണ്ഡലങ്ങളിൽ വലിയ തോതിൽ വോട്ട് പിടിക്കുകയും അതിന്റെ ഒരു 2020 ഒരു ബേസ് ഏകദേശം ഈ ക്രിസ്ത്യൻ വോട്ടുകൾ തന്നെയാണ്. ഈ മറ്റേ ഇവിടുത്തെ നമ്മുടെ
എറണാകുളം ജില്ലയുടെ കിഴക്കൻ ഭാഗത്തുള്ള പെരുമ്പാവൂർ മുതൽ ആ ഭാഗത്തൊക്കെയുള്ള വോട്ടുകൾ, കുന്നത്തുനാട് പോലുള്ള മണ്ഡലങ്ങളിലൊക്കെ വോട്ടുകൾ, അതിൻ്റെ മേജർ ഭാഗം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ വോട്ടുകൾ തന്നെയാണ്. ആ വോട്ടുകൾ ഒരുപക്ഷെ തിരിച്ചു പോയി. അതായത് ആം ആദ്മി പാർട്ടി 2020 തുടങ്ങി 2021 അതേഴ്സ് കാറ്റഗറിയിൽ പെടുത്തപ്പെട്ട വോട്ടിലെ വലിയൊരു ചങ്ക് ഇത്തവണ UDF അനുകൂലമായി ക്രിസ്ത്യൻ വോട്ട് മാറി എന്ന്. അതായത് വേറൊരു കാര്യം കൂടിയുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ആം ആദ്മി പാർട്ടിയും 2020 ഒക്കെ UDF ഒരു സ്പോയിലറായിട്ട് ചില മണ്ഡലങ്ങളിലെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ, ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഇപ്പോൾ കുന്നത്തുനാട് ഒരു ഉദാഹരണം എടുത്തത്, കുന്നത്തുനാട് 2020 സ്ഥാനാർത്ഥിത്വം UDF ഒരു സ്പോയിലർ തന്നെയായിരുന്നു. മറ്റു പല മണ്ഡലങ്ങളിലും അതിന്റെ അത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതലുണ്ടായ ഒരു വോട്ട് ബേസ് ആണ്. അത് ഏകദേശം ശിഥിലമായി പോയി. 2020 മാത്രമല്ല, ഈ ആം ആദ്മി പാർട്ടി അന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുഖങ്ങളെയൊക്കെയാണ് സ്ഥാനാർത്ഥികളാക്കി നിർത്തിയിരുന്നത്. അനിതാ പ്രതാപ് ഉൾപ്പെടെയുള്ള ആളുകൾ കാര്യമായി വോട്ട് പിടിച്ചൊരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് നേരിട്ടൊരു തകർച്ച ഈ വോട്ടുകൾ UDF തിരിച്ചു പോകാൻ കാരണമായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൽ നമ്മൾ കമ്മ്യൂണിറ്റി വൈസിൽ അവസാനം നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നായർ കമ്മ്യൂണിറ്റിയുടെ വോട്ടിനെ കുറിച്ച് ഇതിൽ പരാമർശിക്കുന്നുണ്ട്. അതിൽ UDF -6 ആണ്. അതായത് നേരത്തെ കിട്ടിയിരുന്നതിനേക്കാൾ 6% വോട്ട് കുറവ് മാത്രമേ നായർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് UDF കിട്ടൂ എന്ന് പറയുന്നു. LDF -6 ആണ്. അതായത് നേരത്തെ ഇപ്പം 34% എന്ന് പറയുന്നു. നേരത്തെ 40% 6% കുറഞ്ഞ് 34 താഴും എന്ന് പറയുന്നു. അവിടെ നേട്ടം ഉണ്ടാക്കുന്നത് NDA ആണ്. അതായത് 10% വോട്ട് NDA കൂടുതൽ പിടിക്കുന്നു. നേരത്തെ 18% വോട്ട് ഉണ്ടായിരുന്നെങ്കിൽ നായർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് 18% വോട്ടാണ് അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇത്തവണ ഒരു 28% വോട്ട് കിട്ടും എന്നാണ് ഈ ആക്സിസ് മൈൻഡ് പ്രവചിക്കുന്നത്. അതിലും നേരത്തെ ബഷീർ സൂചിപ്പിച്ച ഇതേ ഘടകമുണ്ട്. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം NSS ജനറൽ സെക്രട്ടറിയും അല്ലെങ്കിൽ NSS എന്ന് പറയുന്ന സംഘടനയും LDF സർക്കാരും തമ്മിൽ എന്തോ ഒരു വലിയ അടുപ്പമുണ്ടായി എന്നുള്ള ചില സിദ്ധാന്തങ്ങളുണ്ടായിരുന്നു. NSS ജനറൽ സെക്രട്ടറി തന്നെ വളരെ പരസ്യമായിട്ട് LDF സർക്കാരിനെ പ്രശംസിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സിനാരിയോ വോട്ടായി മാറും എന്ന് ധരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല സംഭവിച്ചത് എന്നാണ് വോട്ടായി LDF അനുകൂലമാകും എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചത്. അത് BJP അനുകൂലമായ അയ്യപ്പ സംഘം മാത്രമല്ല, ഇപ്പോൾ EWS മുന്നോക്ക സംവരണം നടപ്പാക്കുന്നതുൾപ്പെടെ NSS ഒരു സമ്മർദ്ദമായിരുന്നു. ഈ പറയുന്ന സവർണ ഹിന്ദു വോട്ടുകൾ, നായർ വോട്ടുകൾ, പ്രധാനമായും നായർ വോട്ടുകളാണ്, അവരെ LDF അടുപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. ഇപ്പോൾ നരേന്ദ്രമോദി ഭരണഘടനാ ഭേദഗതി ചെയ്ത് മുന്നോക്ക സംവരണം കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ അത് നടപ്പാക്കിയിരുന്നു. LDF സർക്കാരാണ് നടപ്പാക്കിയത്. അപ്പോൾ അന്ന് നടപ്പാക്കുമ്പോൾ ഉള്ളൊരു ലക്ഷ്യം ഈ സവർണ ഹിന്ദു വോട്ടുകളെ LDFനോട്, സവർണ ഹിന്ദു വോട്ടുകൾ സ്വാഭാവികമായും നേരത്തെ കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നു. അതിലൊരു പങ്ക് BJPയുമായി ചേർന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇതിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു ഉദ്ദേശം അവർക്കുണ്ടായിരുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ സംഭവിച്ചത് ആ വോട്ടുകളും NDAക്ക് അനുകൂലമായി മാറി. 10% വോട്ടാണ് അധികമായി നായർ സമൂഹത്തിന്റെ വോട്ട്. പക്ഷേ മൊത്തം വോട്ടിന്റെ 10% ഉള്ളൂ. ആ വോട്ടിലെ 10%. പക്ഷേ എനിക്ക് അവിടെ ഉള്ളൊരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ NSS എടുക്കുന്ന ഒരു നിലപാടിനനുസരിച്ച് നായർ കമ്മ്യൂണിറ്റി വോട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമൊന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. NSS ജനറൽ സെക്രട്ടറി പറയുന്നതിനനുസരിച്ച് നായർ കമ്മ്യൂണിറ്റി വോട്ട് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം വെച്ചാൽ അതിൻ്റെ ക്ലാസിക് എക്സാമ്പിൾ 2019 വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പായിരുന്നു. കാരണം വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൽ NSS ജനറൽ സെക്രട്ടറി കരയോഗം യൂണിറ്റുകളെ വിളിച്ച് നിങ്ങൾ പീതാംബരക്കുറിപ്പിന് വേണ്ടി സജീവമായി രംഗത്തിറങ്ങണം, പ്രചരണം നടത്തണം, ജയിപ്പിക്കണം എന്ന് ആഹ്വാനം ചെയ്തിട്ട് നേരെ തിരിച്ചുള്ള ഫലമാണ് വട്ടിയൂർക്കാവ് അസംബ്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത്. ഈ ഫലം മുന്നിൽ നിൽക്കെയാണ് NSS ജനറൽ സെക്രട്ടറിയുമായി എന്താ പറയുക, NSS ജനറൽ സെക്രട്ടറിയുടെ പിന്തുണ വലിയ കാര്യമായി എടുത്തുകൊണ്ട് LDF നേതാക്കൾ വലിയ പ്രസ്താവനകൾ നടത്തിയിരുന്നു. അപ്പോൾ ഇതിന്റെ ഇമ്പാക്ട് ഒരിക്കലും NSSന്റെ ഇമ്പാക്ട് ആവണമെന്നില്ല. 2018 മുതൽ ഇങ്ങോട്ട് 8 വർഷമായി ശബരിമല എന്നൊരു പ്രശ്നം അന്തരീക്ഷത്തിലുണ്ട്. ഒന്ന് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ, അതിനുശേഷം ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 8 വർഷമായി ആ സമൂഹത്തെ വൈകാരികമായി ബാധിക്കുന്ന ഒരു പ്രശ്നം പശ്ചാത്തലത്തിലുണ്ട് എന്നത് ആലോചിക്കണം. അതിന്റെ റിസൾട്ട് പക്ഷേ ഇത്തവണ അത് നമ്പർ വെച്ച് നോക്കുമ്പോൾ, അതും ആക്സിസ് മൈ ഇന്ത്യയുടെ ഡാറ്റ വെച്ച് മാത്രമുള്ള അനാലിസിസ് ആണിത്. നമ്പർ വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഗുണം കിട്ടിയിരിക്കുന്നത് BJPക്കാണ്. അപ്പോൾ ഈ ഡാമേജ് പരിഹരിക്കാൻ CPM LDF നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. ആക്സിസ് മൈൻഡിയുടെ പ്രഡിക്ഷൻ ശരിയാണെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയത്തിന് ശേഷം ഈ അവരുടെ ഹിന്ദു വോട്ട് ബാങ്കിലുണ്ടായ വിള്ളൽ പരിഹരിക്കാൻ CPMഉം LDFഉം നടത്തിയ ശ്രമങ്ങൾ മുഴുവൻ പരാജയപ്പെടുന്നു. അതിന്റെ മാത്രമല്ല അത് BJPക്ക് അനുകൂലമായി മാറുന്നതാണ്
ഈ ഡാറ്റ വെച്ചുകൊണ്ട് ആക്സിസ് മൈൻഡിയുടെ ഈ ഡാറ്റ വെച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റും. ഈ ഡാറ്റ സാങ്കേതികമായി ടാലി ആവുന്നുണ്ട്. സാങ്കേതികമായി ടാലി ആവുന്നുണ്ട്. ഈ ഡാറ്റ വെച്ചുകൊണ്ട് ഈ ഡാറ്റയുടെ മറ്റൊരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഏജ് വൈസ് അതിനു മുമ്പ് ഒരു കാര്യം, അതിനു മുമ്പ് സാമുദായികമായി തന്നെ ഈ SC വിഭാഗത്തിന്റെ വോട്ടിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു നമ്പർ ഇതിലുണ്ട്. 57%. മൊത്തം വോട്ടിന്റെ 12%, 10% തൊട്ട് മേലെയാണ് അത് വരുന്നത്. അതിൽ 57% LDFന് അനുകൂലമായി വോട്ട് ചെയ്തു. അത് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ 9% കൂടുതലാണ്. BJPക്കും UDFനും ആ നമ്പർ കുറയുകയാണ് ചെയ്തത്. UDFന് 33% കിട്ടിയത്. അത് കഴിഞ്ഞ തവണത്തേക്കാൾ 2% കുറവാണ്. NDAക്ക് കിട്ടിയത് 9%. അത് 2021 കിട്ടിയ SC വോട്ടിനേക്കാൾ 3% കുറവാണ്. എന്ന് പറഞ്ഞാൽ അടിസ്ഥാന വിഭാഗത്തിൽ ഒരുപക്ഷെ അതിന് ഈ ക്ഷേമ പദ്ധതികൾ തുടങ്ങിയ കാര്യങ്ങൾ, പെൻഷൻ മുതലായ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാകണം. ഏറ്റവും അടിത്തട്ടിലുള്ള വോട്ട്. അത് മാത്രമല്ല, ഈ വിഭാഗങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഭരണത്തിനെതിരായ വികാരമുണ്ടെങ്കിൽ അതിനെ സ്വാംശീകരിക്കാനായിട്ട്, ഇപ്പോൾ നേരത്തെ പിന്നോക്ക വിഭാഗങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെ, അതിനെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ശേഷി UDFനോ കോൺഗ്രസിനോ ഇല്ല എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. ഇത് പരിഹരിക്കാൻ അവർ ചെയ്തത് എന്താണ്? അടൂർ പ്രകാശിനെ UDFൻ്റെ കൺവീനറാക്കി മാറ്റുക എന്നുള്ളതല്ലാതെ ഈഴവ സമുദായത്തിൻ്റെയോ അല്ലെങ്കിൽ ദലിത് കമ്മ്യൂണിറ്റിയുടെയോ വോട്ടുകൾ കൊണ്ടുവരാനുള്ള ഒരു ശ്രമങ്ങൾ നടന്നിട്ടില്ല എന്നാണ്. ഇപ്പോൾ ആകെ നടന്നൊരു ശ്രമം എന്തായിരുന്നു? CK ജാനുവിനെ UDFലേക്ക് എടുത്തു. അങ്ങനെ അവരെ സ്ഥാനാർത്ഥിയാക്കി മാറ്റുമെന്ന് പറഞ്ഞു. സണ്ണി M കബിക്കാടിനെ മത്സരിപ്പിക്കാൻ അതൊരു വലിയ വാർത്തയായി. ഈ വാർത്തകൾ വന്നതിനപ്പുറത്തേക്ക് ഇവരെ രണ്ടുപേരെയും മത്സരിപ്പിക്കാൻ തയ്യാറായില്ല. അപ്പോൾ അങ്ങനെ മത്സരിപ്പിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഒരു ചെറിയ നേട്ടമെങ്കിലും അവർക്ക് ആ ഒരു സെന്റിമെന്റ്സിനെ ഉണ്ടാക്കാൻ കഴിയും. ആ ഒരു വിഭാഗത്തിൽ നിന്ന് ചെറിയ നേട്ടമെങ്കിലും അവർക്ക് ഉണ്ടാക്കാൻ. ഇത് അടിസ്ഥാനപരമായി ഈ വോട്ട് ബാങ്ക് SC ST വിഭാഗങ്ങളുടെ വോട്ട് ബാങ്ക് LDFനോട് ചേർന്നാണ് നിൽക്കുന്നത്. അതിലൊരു വിള്ളൽ വീഴ്ത്താനുള്ള ഒരു ശ്രമം സംവരണ സീറ്റുകളിൽ ആളുകൾ നിർത്തുന്നതിനപ്പുറത്തേക്ക് നേതൃത്വ തലത്തിലോ ഒന്നും ഒരു മാറ്റവും വരുത്തുന്നില്ല. ഒരു ഏറ്റവും അവസാനത്തെ ഉദാഹരണം പറഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം നടന്ന ഹർത്താലിനെ കൊടിക്കുന്നിൽ സുരേഷ് പിന്തുണച്ചു. MP-യും ദീർഘകാല കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവുമാണ്. അദ്ദേഹം വ്യക്തിപരമായാണ് അതിനെ പിന്തുണച്ചത്. അദ്ദേഹം ആ ഹർത്താൽ കഴിഞ്ഞപ്പോൾ ഹർത്താൽ വളരെ വിജയകരമായിരുന്നുവെന്നും ഈ പ്രശ്നത്തെ ജനങ്ങളിൽ എത്തിക്കുന്നതിന് കാര്യമായി പങ്കുവഹിച്ചു എന്നൊക്കെ അദ്ദേഹം ആ ഹർത്താലിൻ്റെ ഒരു വിജയത്തിൻ്റെ ക്ലെയിം തന്നെ അദ്ദേഹം ഏറ്റെടുത്തു. പക്ഷേ മറ്റൊരു കോൺഗ്രസ് നേതാക്കന്മാരും അതിനെ പിന്തുണയ്ക്കാനോ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പിന്തുണയ്ക്കാനോ തയ്യാറായില്ല. അപ്പോൾ അത്തരം ശ്രമങ്ങൾ കോൺഗ്രസ് നടത്താത്തത് കൊണ്ട് കൂടിയാണ് ഈ വോട്ടുകൾ അപ്പുറത്തേക്ക് പോകാത്തത്. പിന്നെ സ്വാഭാവികമായും നേരത്തെ പറഞ്ഞ ക്ഷേമ പദ്ധതികൾ ഒരുപക്ഷെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകും ആ വിഭാഗത്തിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും വലിയ തോതിലുള്ള പിന്നാക്കാവസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഭാഗത്തെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന ചില ആനുകൂല്യങ്ങൾ അത് നിന്നുപോകുമോ എന്ന ആശങ്ക, ഇത്തരം സംഗതികളൊക്കെ ഒരുപക്ഷെ അവരുടെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ. അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ NDAക്ക് കിട്ടിയിരുന്ന വോട്ടുകളിൽ -3 കാണിക്കുന്നുണ്ട്. അതായത് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന SC വോട്ടുകളുടെ 3% കുറഞ്ഞിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. UDFന് കിട്ടിയത് 2% കുറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പോൾ അതും ആ വോട്ടുകൾ കൂടിയാണ് LDFലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ അവരുടെ വോട്ട് ബാങ്കിൽ, ഈ SC വോട്ട് ബാങ്കിൽ കാര്യമായ ഇടിവ് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അല്ല, SC വോട്ട് ബാങ്കിൽ മാത്രമല്ല, LDFനെ സംബന്ധിച്ച് SC വോട്ട് ബാങ്കിലും വിള്ളൽ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഈഴവ വോട്ട് ബാങ്കിലും വിള്ളൽ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. കാരണം വെച്ചാൽ കഴിഞ്ഞ തവണ 46% കിട്ടി, 2021 46% കിട്ടി, +1 47% വോട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ കണക്കിൽ വേറൊരു കൗതുകം കൂടിയുണ്ട്. ഈഴവ വോട്ടിൽ UDFന് ഉണ്ടായിരുന്ന കുറവാണ് നേരെ BJPയിലേക്ക് പോകുന്നത്. അതായത് LDF എടുത്ത സ്ട്രാറ്റജി LDFന് ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷെ പൊളിറ്റിക്കലി ഈഴവ സമുദായത്തിൽ നിന്ന് ഒരു വിള്ളൽ ഉണ്ടാക്കി അത് BJPയിലേക്ക് കൊണ്ടുപോകാനാണ് സഹായിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റ് സത്യത്തിൽ അനുഭവിക്കുന്നത് കോൺഗ്രസും UDFുമാണ്. ഈ കണക്ക് ശരിയാണെങ്കിൽ, അതായത് UDFന് വോട്ട് ചെയ്ത ഈഴവ വോട്ടാണ് ഷിഫ്റ്റ് ചെയ്ത് BJPയിലേക്ക് പോയിരിക്കുന്നത്. അതാണ് പറഞ്ഞു, CPM എടുത്ത LDFന്റെ പ്രചാരണത്തിന്റെ ഫലമായിട്ട് അതാണ് ഇത്. ആക്സിസ് മൈൻഡിയുടെ ഈ പ്രഡിക്ഷൻ ശരിയാണെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ. ഈ രണ്ട് സമുദായങ്ങളെയും ചേർത്ത് നിർത്തുന്നതിൽ UDF ഒരു പരാജയമാണെന്നാണ് ഇത് കാണിക്കുന്നത്. അല്ല, UDF എന്തുകൊണ്ട് പരാജയമാകുന്നത്? ഇപ്പോൾ ഈഴവ കമ്മ്യൂണിറ്റിയുടെ വോട്ട് എന്തുകൊണ്ട് UDFിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ,
ഈ 140 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള കണക്കൊന്ന് പരിശോധിച്ചാൽ മാത്രം മതി. കാരണം LDF കൊടുത്തിരിക്കുന്ന പരിഗണന ഈഴവ സമുദായത്തിന് UDF ഒരു കാലത്തും കൊടുത്തിട്ടില്ല, ഈ തെരഞ്ഞെടുപ്പിലും കൊടുത്തിട്ടില്ല, തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലും കൊടുത്തിട്ടില്ല, നേതൃത്വപരമായ പങ്കുമില്ല. നേതൃത്വപരമായ പങ്കുമില്ല. അപ്പം അങ്ങനത്തെ ഒരു കാര്യം കൂടെ ഇവിടെ ഉണ്ട്. അതിൻ്റെ കൂടെ ഫലത്തിലാണ് ഒരുപക്ഷെ ഈ പറയുന്ന വോട്ട് LDFൽ 46% 2021 ഉണ്ടായിരുന്നത് +1 47. അതിൻ്റെ കൂടെ ഈ സ്ട്രാറ്റജി കൂടെ ഒരുപക്ഷെ സഹായിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒരു പാർശ്വഫലം എന്ന് പറയുന്നത് UDFനൊപ്പം ഉണ്ടായിരുന്ന ഇഴവ വോട്ടുകളിൽ ഒരു 7-8% നേരെ BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നാണ്. LDFിലേക്കുമായിട്ട് പോയി. പക്ഷേ ഇതിൽ ഈ കണക്കനുസരിച്ചാണെങ്കിൽ ഡയറക്റ്റ്ലി ഷിഫ്റ്റ് ചെയ്യുന്നത് BJPയിലേക്ക്, കൂടുതൽ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് NDAയിലേക്കാണ് എന്ന് പറയേണ്ടി വരും. ഇതിനൊപ്പം മറ്റു കൗതുകരമായിട്ടുള്ളൊരു കാര്യം ആക്സിസ് മൈൻഡിയുടെ കണക്കിലുള്ളത്, അവർ ഏജ് വൈസുള്ള ചില പ്രഡിക്ഷൻസ് കൂടെ, അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കൂടെ അവർ പറയുന്നുണ്ട്. അതിലേറ്റവും കൗതുകരം തോന്നുന്നത് ഏതാണ്ട് എല്ലാ ഏജ് ഗ്രൂപ്പുകളിലും UDFന് വലിയ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആക്സിസ് മൈൻഡിയുടെ ഈ കണക്കിൽ പറയുന്നത്. അതിൽ 18 മുതൽ 19 വരെ, അതായത് ഏറ്റവും പുതിയ വോട്ടർമാർ 18 മുതൽ 19 വരെ പ്രായത്തിലുള്ള ആളുകളുടെ വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 25% UDFന് അധികമായി ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അത് 62% പേർ, 18 മുതൽ 19 വയസ്സ് വരെയുള്ള കന്നി വോട്ടർമാരിൽ 62% പേരും പിന്തുണച്ചത് UDFനെയാണ് എന്നാണ് ആക്സിസ് മൈൻഡിയുടെ കണക്ക്. 20 മുതൽ 29 വരെ, അത് ഒരു യുവാക്കൾ എന്ന് പറയാവുന്ന വിഭാഗത്തിൽപ്പെടുന്ന, അതായത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കൂടുതൽ പ്രവേശിക്കുകയും ഒരു തൊഴിലിലേക്ക് പ്രവേശിക്കുകയും ഒക്കെ ചെയ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അവർ 60% പേരും UDFനെ ഈ തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കുന്നു എന്നാണ് ആക്സിസ് മൈൻഡിയുടെ കണക്ക്. അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ 27% അധികമാണ് UDFന് ഈ വിഭാഗത്തിൽ കിട്ടുന്ന ഈ ഏജ് ഗ്രൂപ്പിൽ കിട്ടുന്ന വോട്ട് ഷെയർ. 30 മുതൽ 39 വരെ 56% പേർ, കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ 15% അധികം, 16% അധികം. 40 മുതൽ 49 വരെ ആ ഏജ് ഗ്രൂപ്പിൽപ്പെട്ടത് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ 16% അധികം ആളുകൾ ഇത്തവണ UDFനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നു. 50 മുതൽ 59 വയസ്സ് വരെയുള്ള ആ കാറ്റഗറിയിൽ 9% അധികം UDFനെ പിന്തുണയ്ക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. 60%-ന് മുകളിലുള്ളത് 4% ആളുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ അധികമായി UDFനെ പിന്തുണയ്ക്കുന്നത് എന്നാണ് ആക്സിസ് മൈൻഡ് കണക്കിൽ പറയുന്നത്. LDFനെ സംബന്ധിച്ചാണെങ്കിൽ ഓരോ വിഭാഗത്തിലും ഇപ്പോൾ 18 മുതൽ 19 വരെ എന്ന് പറയുകയാണെങ്കിൽ 12% ഇടിവാണ് LDFന് ആ കാറ്റഗറിയിൽ ആക്സിസ് മൈൻഡ് പ്രവചിക്കുന്നത്. 20 മുതൽ 29-ൽ 17% ഇടിവ്, 30 മുതൽ 39 വരെയുള്ള കാറ്റഗറിയിൽ 16% ഇടിവ്, 40 മുതൽ 49 വരെയുള്ള കാറ്റഗറിയിൽ 16% ഇടിവ്, 50 മുതൽ 59 വയസ്സ് വരെയുള്ള കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ 10% ഇടിവ്, 60%-ന്റെ മുകളിലുള്ളവരുടെ കണക്കെടുത്താൽ 20% ഇടിവാണ് LDFന് അവിടെ പ്രവചിക്കുന്നത്. ആ കണക്കിൽ എനിക്കൊരു 50-ന് മേലെയുള്ള വോട്ടർമാരാണ് ഏതാണ്ട് 45%-ഓളം വോട്ടർമാർ എലിജിബിളായ വോട്ടർമാരിൽ 50, 59, 60 എബവ് കാറ്റഗറിയിൽപ്പെട്ടതാണ് 19% പ്ലസ് 23%. ഈ കണക്കിലൊരു കൗതുകം എന്താ വെച്ചാൽ, നമ്മൾ സാധാരണ നിലയ്ക്ക് കേരളം പോലെ ഒരു ഇടതുപക്ഷ പുരോഗമന സ്വഭാവമുള്ള ഒരു സ്റ്റേറ്റിനെ കുറിച്ച് സാധാരണ പറയാറുള്ളത് യുവാക്കൾ, ചെറുപ്പക്കാരായ ആളുകൾ ഞങ്ങളിലേക്കാണ് വരുന്നത് എന്നുള്ളതാണ് പൊതുവായി പറയാറുള്ളത്. എന്ന് പറഞ്ഞാൽ വയസ്സന്മാരായ ആളുകൾ പോയി, ഇനിയിപ്പം ചെറുപ്പക്കാർ വഴി യുവ രക്തമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഏറ്റവും പുതിയ ഏജ് ഗ്രൂപ്പ് അനുകൂലമായ പക്ഷേ ഈ പുതിയ വോട്ടർമാരിൽ വലിയൊരു വിഭാഗമാണ് 62-60% ആളുകളാണ്. പക്ഷെ അതിന്റെ മൊത്തം ശതമാനം എന്ന് പറയുന്നത് 2%. അതായത് 18 മുതൽ 18-19 ഏജ് ഗ്രൂപ്പിലുള്ള കന്നി വോട്ടർമാർ മൊത്തം ഇലക്ടറേറ്റിന്റെ 2% മാത്രമാണ്. ഈ 2%-ൽ +25 UDFന് അനുകൂലമാണ് എന്നേ ഉള്ളൂ. മറ്റേ ഗ്രൂപ്പിലും അതെ 17% വരുന്ന 20 മുതൽ 29 വരെയുള്ള ചെറുപ്പക്കാരും 60%. അതായത് 30-ന് താഴെ പ്രായമുള്ളവരിൽ വലിയ തോതിലുള്ള UDF അനുകൂലമായ മനോഭാവമുണ്ട് എന്നാണ് ഇതിൽ കാണിക്കുന്നത്. സാധാരണ നിലയ്ക്കുള്ള കൺസെപ്റ്റിനെതിരെ എന്റെ സംശയം അല്ല, ഈ നമ്പേഴ്സിൽ നോക്കുമ്പോൾ NDAക്കും LDFനും അതേഴ്സ് കാറ്റഗറിയിൽ വരുന്ന സ്ഥാനാർത്ഥികൾക്കും എല്ലാം മൈനസ്, എല്ലാവരുടെയും കാറ്റഗറി എന്ന് പറഞ്ഞാൽ BJPയെ ഈ ഗ്രൂപ്പുകൾ ആരും സ്വീകരിക്കുന്നില്ല എന്ന് കൂടെ അർത്ഥമുണ്ട്. എന്നർത്ഥമുണ്ട്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായ ഒരു സ്വീപ്പ് എന്നോ തരംഗമെന്നോ പറയാവുന്ന ഒന്നുണ്ട് എന്നതിന് കൃത്യമായ ഒരു സൂചന നൽകുന്നതാണ് അക്രോസ് ഓൾ ഏജ് ഗ്രൂപ്പ്
ഈ പ്ലസ് UDF ഉണ്ട് അവിടെയാണ് എൻ്റെ ഒരു സംശയം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ട്രെൻഡെങ്കിൽ, അതായത് 18 മുതൽ 19 വരെ പ്രായം ഉള്ള ആളുകളിൽ 25% പിന്തുണയ്ക്കുന്നു, 20 മുതൽ 29 വരെ പ്രായമുള്ള ആളുകളിൽ 27% അധികമായി പിന്തുണയ്ക്കുന്നു. അങ്ങനെ എക്രോസ് ഏജ് ഗ്രൂപ്പ് ഇത്രയും വലിയ പിന്തുണ കിട്ടുകയാണെങ്കിൽ ആക്സിസ് മൈൻഡ് പറയുന്ന പോലെ 82 മുതൽ 90 വരെ സീറ്റിൽ നിന്നാൽ പോരാ UDF എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കണക്ക് ശരിയാണെങ്കിൽ അതൊരു ക്ലീൻ സ്വീപ്പ് ആയിരിക്കും. അതിൽ ഒരു UDF ഘടകമാകാൻ തരംഗമായി. ഈ നമ്പേഴ്സിന്റെ കാര്യത്തിൽ എനിക്കും ആ തോന്നലുണ്ട്. അതായത് ഇതാണ് ഇതിന്റെ പിന്നിലെ കണക്കെങ്കിൽ സ്വാഭാവികമായും വലിയ മാർജിനിൽ UDF ജയിക്കേണ്ടതാണ്. ഒരു പക്ഷെ അതിന് തടയിടുന്നത് BJP കോൺസെൻട്രേറ്റ് ചെയ്ത ചില മണ്ഡലങ്ങൾ ടാലി ആവാനാണ് സാധ്യത. എനിവേ 90-ന് ചുറ്റുമുള്ള നമ്പേഴ്സ്, അതായത് ഒരു 90-ന് തൊട്ട് മേലെയോ 90-ന് തൊട്ട് താഴെയോ ആയി UDF വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഈ നമ്പേഴ്സിൽ. അതായത് ഈ ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്ന ആളുകൾക്ക് വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ടായിരിക്കുന്നതാണ് അർത്ഥം. അത് നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു, പക്ഷേ ഇത് കുറച്ചുകൂടെ വിസിബിളായി വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ NDA ഒരു ഓപ്ഷനായി മാറിയിരിക്കുന്നു. നിങ്ങൾക്ക് UDF ചില മണ്ഡലങ്ങളിലെങ്കിലും ഇന്ന സ്ഥാനാർത്ഥി നമ്മുടെ MLA ആകുമെന്ന് NDA സ്ഥാനാർത്ഥിയെ ചൂണ്ടി ആളുകൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ LDFനെതിരെയുള്ള വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് NDAക്കും വോട്ട് ചെയ്യാം. ആ ഒരു ഓപ്ഷൻ വളരെ ക്ലിയറായി വന്നിരിക്കുന്നതാണ് അതിൻ്റെ ഒരു അർത്ഥം. ഇതിൽ എനിക്ക് വേറൊരു കൗതുകം ഈ കണക്കിൽ തോന്നിയത്, ഈ ഡാറ്റയിൽ 60 വയസ്സും അതിന് മുകളിലും ഉള്ളവരുടെ എണ്ണം, അതായത് ടോട്ടൽ ഇലക്ട്രേറ്റിൻ്റെ 23% വരുന്നത് 60 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് കേരളത്തിൽ. അതിൽ 20% ഇടിവാണ് LDFന് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 2021 54% പേർ ഈ ഏജ് ഗ്രൂപ്പിൽ LDFനെ പിന്തുണച്ചിരുന്നുവെങ്കിൽ ഇത്തവണ അത് 20% കുറഞ്ഞ് 34%ത്തിലേക്ക് ഇടിയും എന്നാണ് ഈ സർവേ ഫലം. UDFന്റെ പ്ലസിൽ അത് വരുന്നില്ല. അല്ല, UDFന്റെ പ്ലസിൽ അത് വരുന്നില്ല. അത് മാത്രമല്ല, ഈ 20% കുറയുന്നു എന്നാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ കേരള സർക്കാർ കഴിഞ്ഞ 10 വർഷം നടത്തിയെന്ന് പറയുന്ന ക്ഷേമ പദ്ധതികളുടെ ഒരു പ്രധാനപ്പെട്ട ഉപഭോക്താക്കൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് ഈ 60 വയസ്സിന് മുകളിലുള്ള ആളുകൾ. പല നിലയ്ക്ക് ഏറ്റവും അവസാനം വയോജനങ്ങൾക്ക് വേണ്ടിയും കിടപ്പ് രോഗികൾക്ക് വേണ്ടിയും പുതിയ പദ്ധതി വരെ ഈ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അതായത് അത് ആ ഏജ് ഗ്രൂപ്പിനെ അവർ അത്രത്തോളം ഡിസിസീവായി കാണുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ക്ഷേമ പദ്ധതികൾ, ഈ പെൻഷൻ മുഴുവൻ 60 വയസ്സും അതിന് മുകളിലുള്ള ആളുകൾക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരിൽ 20% ഇടിവ് ഈ സർവേ പ്രവചിക്കുന്നു എന്നുള്ളത് അത്രത്തോളം വിശ്വസനീയമായിട്ട് എനിക്ക് തോന്നുന്നു. ആ മൊത്തം ടാലിയിൽ എനിക്ക് ആ ഏജ് ഗ്രൂപ്പിന്റെ ടാലിയിൽ എനിക്കും ഒരു നമ്പർ ഒത്തുപോകായിക തോന്നുന്നുണ്ട്. അതായത് UDFന് 4% വർധനവേ ഉള്ളൂ, 20% കാണിക്കുന്നില്ല. NDAക്ക് -5 ആണ്, മറ്റുള്ളവർക്ക് -3 ആണ്. അപ്പോൾ ഇത് ഒരിക്കലും ടാലി ആവുന്ന. അതിലെനിക്ക് രാജീവ് പറഞ്ഞതിന് എനിക്ക് വേറൊരു അഭിപ്രായം പറയാനുള്ളത്, ഇപ്പം നമ്മൾ ക്ഷേമ പദ്ധതികൾ, ഇപ്പോൾ ക്ഷേമ പെൻഷൻ 2000 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല, അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് പൊളിറ്റിക്കലായൊരു അഭിപ്രായം കൂടെ ഉണ്ട്. ഒരു ഗവൺമെൻറ് ഞങ്ങൾക്ക് യോജിച്ചല്ല, മാറ്റണം എന്നുള്ളൊരു അഭിപ്രായം വന്നാൽ ഈ 2000 രൂപ ക്ഷേമ പെൻഷൻ അവനെ സംബന്ധിച്ച് പറഞ്ഞ പൊളിറ്റിക്കൽ വോട്ട് LDFന്റെ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. LDF അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ടോ അല്ലെങ്കിൽ ഇലക്ഷൻ ടൂൾ, പൊളിറ്റിക്കൽ ടൂളല്ല ഞാൻ പറയുന്നത്, ഇലക്ഷൻ ടൂളായിട്ട് ഉപയോഗിച്ച പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ക്ഷേമ പെൻഷനാണ്. ഈ ക്ഷേമ പെൻഷൻ ഞങ്ങളുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായി കിട്ടുകയുള്ളൂ, ഞങ്ങൾ എവിടെ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ഇത് മുടങ്ങും, അതിന് മുൻ ഉദാഹരണങ്ങളുണ്ട് എന്ന മട്ടിലായിരുന്നു പ്രചരണം നടത്തിയിരുന്നത്. അത് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ ഇടിവ്, അതായത് ചെറിയ ഇടിവ് നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ 2021 54% വോട്ട് ആ വിഭാഗത്തിൽ നിന്ന് LDFന് കിട്ടിയിട്ട് 20% കുറഞ്ഞു എന്ന് പറയുന്നത് ഒട്ടും ലോജിക്കലല്ല ഈ സർവേയിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞത് ഈ പൊളിറ്റിക്കൽ വോട്ട് മാത്രമല്ല, അത് ക്ഷേമ പെൻഷൻ എന്നുള്ളൊരു അവകാശമായി മനുഷ്യൻ കരുതുന്നുണ്ട്. 2000 രൂപ പോലും തുച്ഛമാണെന്നാവും വിചാരിക്കുന്നത്. 5000 രൂപയ്ക്ക് 10000 രൂപയ്ക്ക് കിട്ടാൻ അർഹനാണ്. കാരണം ഞങ്ങൾ ഈ സമൂഹത്തിൽ എത്രയും കാലം പണിയെടുത്ത ആളുകളാണ്. വാർദ്ധക്യത്തിൽ ഞങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളൊരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ബോധത്തിലേക്ക് എത്തിക്കാൻ ഇവർ നടത്തിയ ക്യാമ്പയിൻ സഹായിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്ഷേമ പെൻഷൻ തന്നുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വോട്ട് ചെയ്യണം എന്ന നിർബന്ധമില്ല. അതായത് ഈ ക്ഷേമ പദ്ധതികളും സർക്കാർ ഉത്തരവാദിത്തത്തോടെ ചെയ്യേണ്ട ക്ഷേമ പദ്ധതികളും വോട്ടും തമ്മിൽ കണക്ട് ചെയ്യരുത്. വോട്ട് കുറെ കൂടി പൊളിറ്റിക്കലായ സംഗതിയാണ്. അവിടെ എൻ്റെ സംശയം, ഇപ്പുറത്ത് UDF ഈ തെരഞ്ഞെടുപ്പിൽ കൊടുത്ത ചില വാഗ്ദാനങ്ങളെങ്കിലും ഈ ഷിഫ്റ്റിന് കാരണമായിട്ടുള്ള ഒരു ഫാക്ടർ കൂടെ ഉണ്ട്. കാരണം UDF ഞങ്ങൾ 3000 രൂപയായി ക്ഷേമ പെൻഷൻ, LDFും അത് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പ്രഖ്യാപിക്കുന്നു. ഈ കാറ്റഗറിയുടെ ഒരു 55% എങ്കിലും സ്ത്രീകളാണ്.
60%, 60 വയസ്സിന് മുകളിലുള്ള അതെ, ആളുകളിൽ ഒരു 55%എങ്കിലും സ്ത്രീ വോട്ടർമാരാണ്. അതുപോലെ നേരത്തെ നമ്മൾ സംസാരിച്ച പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് 25 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഒരു ഈ ഫാമിലി. വാഗ്ദാനങ്ങൾ ഒരുപക്ഷെ ഈ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളെ വലിയ തോതിൽ നിർണായകമായി സ്വാധീനിച്ചിട്ടുണ്ടാകാൻ ഹെൽത്ത് ഇൻഷുറൻസ് സാധ്യതയുണ്ട്. എന്നുള്ളത് ഫാമിലികളെ വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഒരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഫാമിലിയെ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ആശുപത്രിയിൽ പോകുമ്പോൾ ഒരു സർജറി ഉണ്ടായാലുള്ള ചിലവ് എല്ലാവർക്കും അറിയാം. 25 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് കവറേജ് ഒരു ഫാമിലിക്ക് കിട്ടുവാണെങ്കിൽ അത് ക്ഷേമ പെൻഷനേക്കാളും വളരെ വലുതാണ്. അതെ, ക്ഷേമപെൻഷനേക്കാൾ വളരെ നമ്മൾ ഈ അനലൈസ് ചെയ്തിരിക്കുന്ന, ഇപ്പോൾ നമുക്ക് അനാലിസിസിന് ലഭ്യമായിരിക്കുന്ന ഈ ഡാറ്റയും പ്രവചിക്കപ്പെട്ടിരിക്കുന്ന സീറ്റുകളുടെ ബ്രാക്കറ്റും തമ്മിൽ ചേരുന്നുണ്ടോ? ഇല്ല. അത് തന്നെയാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ഈ അനലൈസ് ചെയ്ത ഡാറ്റ അനുസരിച്ചാണെങ്കിൽ ഈ പ്രവചനത്തിൽ കിട്ടുന്ന 90 സീറ്റിലേക്കല്ല UDF എത്താൻ പോകുന്നത്. അതിനേക്കാൾ വലിയ ജമ്പായിരിക്കും ഒരുപക്ഷെ. അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു പൊളിറ്റിക്കൽ വോട്ട് എന്ന് പറഞ്ഞ സംഗതി LDFനുമുണ്ട്, UDFനുമുണ്ട്. ഈ എത്രമാത്രം UDFന് അനുകൂലമായി വോട്ടിംഗ് ഇത് മാറിയാലും ആ ഒരു വോട്ട് ശതമാനം LDFന് അനുകൂലമായി അല്ലെങ്കിൽ CPMൻ്റെ CPI പാർട്ടികളുടെയും വോട്ടുകളായിട്ടോ നിലനിൽക്കുന്നുണ്ട്. അത് നിലനിർത്താൻ അവർക്ക് കഴിയും. അതുകൊണ്ടാണ് ഈ പല എക്സിറ്റ് പോളുകളിൽ നമ്മൾ കാണുന്നത് LDFന് 60 സീറ്റുകൾ വരെ ഒക്കെ പറയുന്നത്. അതിനെ നിലനിർത്താൻ അവർക്ക് ഇപ്പോഴും കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതോടൊപ്പം ഈ 12.5% നിന്ന് 14%-ലേക്ക് BJPയുടെ വോട്ട് ഷെയർ കൂടിയിട്ടുണ്ട് എന്നത് ഇപ്പുറത്തെ സീറ്റിന്റെ കാര്യത്തിൽ ഒരു വോട്ട് കട്ടറായി പ്രവർത്തിക്കുന്നുണ്ടാവാം ഒരുപക്ഷെ. 2021 12.5% വരുന്ന NDAയുടെ വോട്ട് ഷെയർ അത് 14% പ്രൊജക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഈ 14% പ്രൊജക്ട് ചെയ്യപ്പെട്ടാലും അത് ചില മണ്ഡലങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അതാണ് കൂടുതൽ സീറ്റിനെ ബാധിക്കാൻ സാധ്യതയുള്ളത്. അതാണ് മണ്ഡലത്തിലെ കോൺസെൻട്രേഷനാണ് സീറ്റിനെ കൂടുതലായി ബാധിക്കുക. ഓക്കെ, ഇതിന്റെ വേറൊരു കണക്കുള്ളത് സ്ത്രീ പുരുഷ വിഭാഗങ്ങളിൽ എങ്ങനെയാണ് വോട്ടർമാർ പ്രതികരിച്ചത് എന്ന് ആക്സിസ് മൈൻഡ് പറയുന്നുണ്ട്. അതിലും UDFന് തന്നെയാണ് മേൽക്കൈ ഉള്ളത്. 45% ആളുകൾ പുരുഷ വിഭാഗത്തിൽ 45% പേർ UDFനെ പിന്തുണയ്ക്കുന്നു. അത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 4% ഇപ്പുറത്ത് സ്ത്രീകളിൽ 43% പേർ UDFനെ പിന്തുണയ്ക്കുന്നു. അത് കഴിഞ്ഞ തവണത്തേക്കാൾ 6% അധികമാണ്. അതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആയിരിക്കും ചിലപ്പോൾ ഈ 60 വയസ്സിന് മുകളിലുള്ളവരുടെ കാറ്റഗറിയിൽ LDFനുണ്ടായ ഇടിവ് എന്നും എനിക്ക് തോന്നുന്നുണ്ട്. അതേസമയം LDFന് പുരുഷ വോട്ടർമാരിൽ 6% ഇടിവുണ്ടായിട്ടുണ്ട്. സ്ത്രീ വോട്ടർമാരുടെ കാര്യത്തിലും 6% ഇടിവുണ്ടായിട്ടുണ്ട്. 37% പുരുഷന്മാർ മാത്രമേ കേരളത്തിൽ വോട്ട് ചെയ്തവരിൽ LDFനെ പിന്തുണയ്ക്കുന്നുള്ളൂ. 41% സ്ത്രീകൾ LDFനെ പിന്തുണയ്ക്കും. പക്ഷേ 2 കാറ്റഗറിയിലും 6% ഇടിവുണ്ട്. NDAയിൽ അത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഡാറ്റയിൽ നിന്ന് ഭിന്നമായിട്ടുള്ള ഒരു കണക്കാണ് NDAയുടെ കാര്യത്തിൽ ആക്സിസ് മൈൻഡ് ഇവിടെ വയ്ക്കുന്നത്. കാരണം 15% പുരുഷന്മാർ NDA പിന്തുണയ്ക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ 4% അധികം. സ്ത്രീകളിൽ 2%, 13% അവർക്ക് സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ ഇത്തവണ കിട്ടും എന്ന് ആക്സിസ് മൈൻഡ് പ്രവചിക്കുന്നത്. അത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 2% കൂടുതലാണ് എന്ന് പറയുന്നു. നമ്മൾ മറ്റ് വിഭാഗങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പലതിലും NDAയുടെ വോട്ട് ഷെയർ കുറയുന്നതായിട്ടാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇപ്പം SC വിഭാഗത്തിൽ കുറയുന്നു, അല്ലെങ്കിൽ ഈഴവ വിഭാഗത്തിൽ കൂടുതലുണ്ട്, നായർ വിഭാഗത്തിൽ കൂടുതലുണ്ട്, മുസ്ലിം ക്രിസ്ത്യൻ അതൊക്കെ ഒബ്വിയസ് ആണ്. മറ്റ് ഏജ് കാറ്റഗറിയിലും എല്ലാം മൈനസ് ആയിരുന്നു. അതായത് ചെറുപ്പക്കാർ മുതൽ 60 വയസ്സിന് മുകളിലുള്ള ആളുകൾ വരെയുള്ള എല്ലാ കാറ്റഗറിയിലും NDAക്ക് വോട്ട് ഷെയർ കുറവായിരുന്നു. പക്ഷേ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കണക്ക് വരുമ്പോൾ NDAക്ക് പുരുഷന്മാരുടെ 4% കണക്കൊത്തു പോകാത്ത ഒരു അതിൽ നമ്മൾ ഈ ആദ്യം നമ്മൾ പറഞ്ഞൊരു കണക്കുമായിട്ട് അതിനെ കൂട്ടി ചേർക്കേണ്ടി വരും. അതായത് കമ്മ്യൂണിറ്റി വൈസുള്ള കണക്കുമായി ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുള്ള വോട്ട് NDAയിലേക്ക് പോകുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ടെത്തിയിരുന്നു. അതായത് ഈഴവ, നായർ, അതർ കമ്മ്യൂണിറ്റീസിലൊക്കെ വോട്ടുകൾ പോകുന്നുണ്ട്. ഭൂരിപക്ഷം വരുന്ന വിഭാഗം അവരാണ്. ഈഴവ, നായർ തുടങ്ങി ഹിന്ദു വിഭാഗങ്ങളാണ് കൂടുതൽ. ആ വോട്ടുകൾ ഒരു സംഗതിയുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക്, അതായത് ഇത് UDF നേടുമെന്ന് പ്രൊജക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സീറ്റ് അത് തന്നെ ആയിരിക്കുമോ സംഭവിക്കാൻ? അത് ശരാശരി എല്ലാ എക്സിറ്റ് പോളുകളും എടുത്താൽ 75-നും 80-നും അറൗണ്ട് 80 സീറ്റോടുകൂടി UDF അധികാരത്തിൽ വരുമെന്നാണ് ആക്സിസ് ഇന്ത്യയുടെ അല്ല മറ്റെല്ലാ എക്സിറ്റ് പോളുകളും എടുത്താൽ പൊതുവായി 80 സീറ്റ് എന്നതാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. 3 സീറ്റ് വരെ NDAക്കും ബാക്കി LDFനും എന്നതാണ്. അത് തന്നെ ആയിരിക്കുമോ? ഇതാണ് വോട്ട് നിലയെങ്കിൽ വരാൻ പോകുന്ന ചിത്രം. 90-ലപ്പുറം കടക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്.
സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ മാക്സിമം എത്തിയാൽ ഒരു 5 സീറ്റ് കൂടെ വേണമെങ്കിൽ വന്നേക്കാം. എനിക്ക് തോന്നുന്നു ആക്സിസ് ഇന്ത്യയുടെ ഒരു കണക്ക് മാക്സിമം ആണെന്ന് എനിക്ക് തോന്നുന്നു. ഈ പല 94 എന്ന് അല്ല 94 സീ വോട്ടറുടെ കണക്കാണ്. അതെ 94 സീ വോട്ടർ 90 അറൗണ്ട് 90-നടുത്താണ് മാക്സിമം UDF എത്താൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനപ്പുറത്തേക്ക് കടക്കാവുന്ന ഒരു ട്രെൻഡ് ഇവരുടെ ഒരു എക്സിറ്റ് പോളിലും ഇല്ല. കാരണം LDF 60 സീറ്റ് വരെ കിട്ടും എന്നുള്ളതാണ് ഇവരുടെ എല്ലാം പ്രഡിക്ഷൻസും വന്നിരിക്കുന്നത്. മാക്സിമം 60 വരെ കിട്ടാം, 60-62 വരെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഈ പറയുന്ന പോലെ അതിനപ്പുറത്തേക്ക് കിടക്കാനുള്ള സാധ്യതകളില്ല. പക്ഷെ അതല്ല, എൻ്റെ സംശയം ഈ ഡാറ്റയിലാണ്. ഈ ഡാറ്റയിൽ ഏജ് ഗ്രൂപ്പ് വൈസുള്ള ഡാറ്റയിൽ അക്രോസ് ഏജ് ഗ്രൂപ്പ് എല്ലാത്തിലും വലിയ മാർജിൻ UDF-നുണ്ട്. അതായത് ചെറുപ്പക്കാരുടെ 25 മുതൽ 27 വരെ മറ്റേ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളിലും കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു ഇൻക്രീസ് UDF-ന്റെ വോട്ട് ഷെയറിൽ 2021 അപേക്ഷിച്ച് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു ഇൻക്രീസ് ഉണ്ടാവുകയും ഏജ് ഗ്രൂപ്പ് ഏറ്റവും കൂടുതൽ 23% ആളുകൾ വോട്ടർമാരുള്ള 60 വയസ്സിന് മുകളിലുള്ളവരുടെ വോട്ടിൽ 20% ഇടിവ് LDF-ന് ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ, അതാണ് ഇവരുടെ പ്രഡിക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഈ കണക്ക് പോരാ. അങ്ങനെയാണെങ്കിൽ ഒരു 100 സീറ്റിനടുത്തേക്ക് അല്ലെങ്കിൽ 100 സീറ്റിന് അപ്പുറത്തേക്ക് UDF-ന്റെ വിജയം കാണേണ്ടി വരും. അത് തടയുന്ന ഒരു ഫാക്ടർ NDAയുടെ ഒരു കേരളത്തിൽ ഏകദേശം ഒരു 10-15 മണ്ഡലങ്ങളിലെങ്കിലും വളരെ പ്രധാനപ്പെട്ട. അത് മാത്രമല്ല അവർ 2020 അനുവദിച്ച 19 സീറ്റുകൾ എന്ന് പറയുന്നത് സ്ട്രാറ്റജിക്കലി പ്ലേസ്ഡ് ആണ്. ഇപ്പോൾ തൃപ്പൂണിത്തുറ പോലെ, കൊടുങ്ങല്ലൂർ പോലെ വലിയ തോതിൽ NDA ഇതിനു മുമ്പ് BDJS ഒക്കെ വോട്ട് പിടിച്ചിട്ടുള്ള മണ്ഡലങ്ങൾ 2020 അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. ആ മണ്ഡലങ്ങളിൽ യഥാർത്ഥത്തിൽ ചോയ്സ് മാറിപ്പോകും. ആരാണ് വിന്നർ എന്നതിന്റെ ചോയ്സ് വ്യത്യാസപ്പെടുത്താൻ ആ 2020 സ്ഥാനാർത്ഥിത്വത്തിന് കഴിയും. അതൊക്കെ അങ്ങനെ ആയിരിക്കെ തന്നെ ഈ അക്രോസ് ഏജ് ഗ്രൂപ്പ് NDAയുടെ വോട്ട് ഷെയർ കുറയുന്നതായിട്ടാണ് ഇതിൽ കാണുന്നത്. എല്ലാ ഏജ് ഗ്രൂപ്പിലും മൈനസ് ആണ് NDAയുടെ വോട്ട് ഷെയർ. അത് സത്യം പറഞ്ഞാൽ ഇതിന്റെ വോട്ട് ഷെയർ അവിടെ കുറയുന്നുണ്ടാകണം, പക്ഷേ വേറൊരു ഏജ് ഗ്രൂപ്പിൽ കൂടുന്നുണ്ടാവും. അല്ല, ഒരു ഏജ് ഗ്രൂപ്പിലും NDAക്ക് വോട്ട് ഷെയർ കൂടുന്നില്ല. ആക്സിസ് മൈൻഡിയുടെ കണക്ക് പ്രകാരം ഒരു ഏജ് ഗ്രൂപ്പിലും NDAക്ക് വോട്ട് ഷെയർ കൂടുന്നില്ല. അപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 18 മുതൽ 19 വരെ യങ് വോട്ടർമാർ, ആദ്യത്തെ കന്നി വോട്ടർമാർ -2 20 മുതൽ 29 വരെ -2, അതുപോലെ 30 മുതൽ 39 വരെ -2, 40 മുതൽ 49 വരെയുള്ള ഗ്രൂപ്പിൽ, അതായിരിക്കും ഒരുപക്ഷെ NDAയുടെ ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഏജ് ഗ്രൂപ്പ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ 5% ഇടിവാണ്. 50 മുതൽ 59 വരെ 5% ഇടിവാണ്. 60% മുകളിൽ 5% ഇടിവാണ്. അത് അക്രോസ് ഏജ് ഗ്രൂപ്പ് NDAയുടെ വോട്ട് ഷെയർ ഇടിയും എന്നാണ് ഈ സർവേയിൽ ടോട്ടൽ വോട്ട് പെർസെൻറ്റേജ് 14% എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ കുറവ് വന്നിട്ടില്ല. ടോട്ടലി വരുമ്പോഴത്തേക്കും അതിൽ വലിയ കുറവ് വന്നിട്ടില്ല. അപ്പോൾ അത് മാത്രമല്ല, വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളുടെ എണ്ണം കൂടി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനും ശേഷം വിജയസാധ്യതയുള്ള NDAക്ക് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഈ സീ വോട്ടറിന്റെ അതിലും ഒരു പ്രശ്നമുണ്ടല്ലോ സുനിൽ. ഇപ്പോൾ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളുടെ എണ്ണം കൂടുന്നു എന്ന് വെക്കുക. വിജയസാധ്യത കൂടണമെങ്കിൽ വോട്ട് കൂടണമല്ലോ. വോട്ട് കൂടിയാൽ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ഈ ഡാറ്റയിൽ കാണണമല്ലോ. ആക്സിസ് മൈൻഡിൻ്റെ ഒരു സർവേ നടത്തുമ്പോൾ ഇപ്പോൾ 10 മണ്ഡലങ്ങളിൽ വലിയ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ BJPക്ക് കഴിയുന്നു എന്നുണ്ടെങ്കിൽ ആ മണ്ഡലങ്ങളിൽ വോട്ട് കൂടണം. ആ വോട്ട് കൂടിക്കഴിഞ്ഞാൽ അതിന്റെ റെപ്രസെന്റേഷൻ ഈ ഡാറ്റയിൽ കാണണം. രാജീവ് പറഞ്ഞ പ്രശ്നം അതൊരു പ്രശ്നം അവിടെ ഉണ്ട്. പക്ഷേ വോട്ടർമാരുടെ ഡെമോഗ്രഫി മീൻസ് അതിന്റെ ഏജിൽ ഇന്റേണലി വന്ന വ്യത്യാസം ഉണ്ടാവാം ഒരു പക്ഷേ. അതുകൊണ്ടായിരിക്കും അത് കൃത്യമായിട്ട് ടാലി ആവാതെ. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഈ മന്ത്രിമാരുടെ കാര്യത്തിൽ വളരെ ടഫായ മത്സരം നടന്ന ചില മണ്ഡലങ്ങളുടെ കാര്യത്തിലൊക്കെ സീ വോട്ടർ അവരുടെ കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. വലിയ ഇപ്പോൾ രാജേഷിന്റെ ഒക്കെ കാര്യം പരിങ്ങലാണ് എന്നാണ് പറയുന്നത്. MP രാജേഷ്, അതുപോലെ വീണയൊക്കെ വളരെ ടഫായ മത്സരം നേരിടുന്നു എന്ന് പറയുന്നു. ജോർജും മന്ത്രി P രാജീവും വലിയ ടഫായിട്ടുള്ള മത്സരം നേരിടുന്നു എന്ന് പറയുന്നു. അതുപോലെ കടന്നപ്പള്ളി രാമേന്ദ്രൻ വലിയ ടഫായിട്ടുള്ള മത്സരം നേരിടുന്നു. കടന്നപ്പള്ളി രാമേന്ദ്രൻ പരാജയപ്പെടുമെന്നാണ് സീ വോട്ടറിന്റെ സർവേയിൽ പറയുന്നത്. കണ്ണൂരിൽ അവർക്ക് 3 സീറ്റുകൾ കിട്ടും. അതിലൊന്ന് കണ്ണൂരാണെന്നാണ്. അതിൽ കൗതുകരമായി തോന്നിയത് PV അൻവർ മത്സരിക്കുന്ന ബേപ്പൂരിൽ നേരിയ മേൽക്കൈ മന്ത്രി റിയാസിനുണ്ട് എന്നാണ് സീ വോട്ടറിന്റെ 28,000 വോട്ടിന് റിയാസ് ജയിച്ച കഴിഞ്ഞ തവണ റിയാസ് ജയിച്ച മണ്ഡലത്തിലാണ് ഇത്തവണ നേരിയ മേൽക്കൈ എന്ന് പറയുന്നത്. പക്ഷേ ജനറലി ഉണ്ടായിരുന്നത് വലിയ തോതിൽ ഈ കൂട്ടത്തോടെ മന്ത്രിമാർ തോൽക്കും എന്നൊക്കെയുള്ള ഒരു പ്രചരണം ഉണ്ടായിരുന്നു. ആ സീ വോട്ടർ പക്ഷേ അങ്ങനെ പറയുന്നില്ല. ഈ പറയുന്ന വിധത്തിൽ ഇപ്പോൾ രാജേഷിൻ്റെ കാര്യത്തിലാണ് അല്ലെങ്കിൽ കടന്നപ്പള്ളിയുടെ കാര്യത്തിലാണ് വളരെ ഡയറക്റ്റായിട്ടൊരു പരാജയ സാധ്യത അവർ ഒരു ഡയറക്റ്റായിട്ട് പറയുന്നത്. ബാക്കിയൊക്കെ വലിയ ടഫ്. പിന്നെ റോഷി അഗസ്റ്റിൻ്റെ കാര്യത്തിലും ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ പരാജയപ്പെടും എന്ന് പറയുന്നുണ്ട്. ബാക്കി മന്ത്രിമാരുടെ കാര്യത്തിൽ ഇപ്പോൾ വീണ ജോർജിൻ്റെയും രാജീവിൻ്റെയും കാര്യത്തിൽ ടഫായിട്ടുള്ള മത്സരം എന്നാണ് പറയുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ ഒരു എഡ്ജ്
സി വോട്ടർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടത്തോടെയുള്ളൊരു പരാജയം സി അതില് വോട്ടറും അഹമ്മദ് പ്രതീക്ഷിക്കുന്നില്ല എനിക്ക് തോന്നുന്നു. അഹമ്മദ് ദേവർകോവിലായാലും കോഴിക്കോട് സൗത്തിലും അഹമ്മദ് ദേവർകോവിൽ ഇപ്പോൾ മന്ത്രിയല്ല. അതുപോലെ പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാർ നേരിയ മേൽക്കൈ എന്ന് പറയുന്നുണ്ട്. കെ എൻ ബാലഗോപാൽ, ഐഷ പൊറ്റി CPM നിന്ന് മാറി മത്സരിക്കുന്ന കൊട്ടാരക്കരയിൽ നേരിയ മേൽക്കൈ കെ എൻ ബാലഗോപാൽ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മന്ത്രിമാരുടെ കാര്യത്തിൽ ഒരുപക്ഷെ സി വോട്ടർ കൂട്ടത്തോടെയുള്ള ഒരു പരാജയം അപ്പം UDF പിടിക്കും എന്ന കാര്യത്തിൽ ഈ കണക്കുകൾ ഒത്തുപോകുന്നുണ്ട്. UDF ഉറപ്പിച്ചോ എന്നാണ് നമ്മൾ അതെ, ചോദിക്കുന്നത്. UDF ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ എൻ്റെ കൺസേൺ ഇത്രയേ ഉള്ളൂ. അതായത് ഈ കണക്കാണെങ്കിൽ 90 സീറ്റിൽ നിന്നാൽ പോരാ. ആക്സിസ് മൈ ഇന്ത്യ പറയുന്ന ഈ കണക്കാണെങ്കിൽ 90 സീറ്റിൽ നിന്നാൽ പോരാ, അതിനേക്കാൾ കൂടുതൽ സീറ്റുകളിലേക്ക് പോകണം. അതേസമയം ഈ ഏജ് ഗ്രൂപ്പിൽ NDAയുടെ വോട്ട് ഷെയറിൽ ഉണ്ടായിരിക്കുന്ന വലിയ കുറവ് ഇവർ കാണിക്കുമ്പോൾ ഇതേ എറർ ഒരു പക്ഷേ മറ്റ് മുന്നണികളുടെ കാര്യത്തിലും സംഭവിക്കാം. അതായത് കേരളത്തിന്റെ ഒരു വോട്ടിംഗ് ഹിസ്റ്ററി വെച്ച് രാജീവ് പറഞ്ഞ പോലെ ഈ 5% വോട്ട് ഷെയറുള്ള വ്യത്യാസവും ഈ ഇത്രയും വലിയ സ്വീപ്പും ഉണ്ടെങ്കിൽ 90 സീറ്റ് എന്നതല്ല കണക്ക്. അതിന് മേലെ 95-നും മേലെയുള്ള ഒരു കണക്കാണ് യഥാർത്ഥത്തിൽ വരേണ്ടത്. പക്ഷേ ഒരു മൂന്നാം ചേരി എന്ന നിലയിൽ വിന്നബിലിറ്റിയുള്ള കുറച്ച് സ്ഥാനാർത്ഥികൾ ഉൾക്കൊള്ളുന്ന ഒരു മൂന്നാം ചേരി എന്ന നിലയിൽ BJP എമേർജ് ചെയ്ത് വരുന്നതാവണം നമ്മളുടെ പരമ്പരാഗത രീതി അനുസരിച്ചുള്ള സീറ്റിലേക്ക് ഒരു പക്ഷേ ഇത് എത്താത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷം ഓരോ മണ്ഡലം തിരിച്ച് ആ മണ്ഡലങ്ങളുടെ BJP നേടിയ വോട്ട് എത്ര കൂടി ഉണ്ടായിരുന്നു എന്നുകൂടി നോക്കിയാൽ മാത്രമേ സീറ്റിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് പറയാൻ പറ്റൂ. ഇതെല്ലാം ഈ ഒരൊറ്റ ഡാറ്റയുടെ മാത്രം അടിസ്ഥാനത്തിലാണ്. ഈ ഡാറ്റയിൽ തന്നെയുള്ള എൻ്റെ കൺസേൺ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതാണ്. അതായത് NDAക്ക് വിജയസാധ്യതയുള്ള സീറ്റുകളുടെ എണ്ണം 0 മുതൽ 3 വരെ എന്ന് ആക്സിസ് മൈ ഇന്ത്യ പറയുന്നുണ്ട്. അതായത് 3 സീറ്റ് വരെ NDAക്ക് അതിലൊരു ഒരു കാര്യം, തിരുവനന്തപുരത്താണ് ആ 3 സീറ്റും എന്നുകൂടിയുണ്ട്. അതെ, അത് അങ്ങനെ തിരുവനന്തപുരത്ത് 1 മുതൽ 3 വരെ എന്നാണ്. അങ്ങനെ ആയിരിക്കെ തന്നെ നേരത്തെ ഒരു സീറ്റിൽ മാത്രമേ BJP ഒരിക്കൽ ജയിച്ചിട്ടുള്ളൂ കേരള നിയമസഭയിലേക്ക്. ഇത്തവണ 3 സീറ്റിൽ ജയിക്കാവുന്നൊരു സാധ്യത പ്രവചിക്കുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു വോട്ട് ഷെയർ കൂടണമല്ലോ. 14% ടോട്ടൽ വോട്ട് ഷെയർ ആയിട്ട് അവർ കാണിക്കുന്നുണ്ട്. അവിടെയും ഈ പ്രശ്നമുണ്ട്. അതായത് BJP അങ്ങനെ വലിയ തോതിൽ ചില മണ്ഡലങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. ചില മണ്ഡലങ്ങളിൽ വളരെ കാര്യമായി അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മറ്റിടങ്ങളിൽ അവരുടെ വോട്ട് ഷെയർ കുറഞ്ഞാൽ പോലും ഈ മണ്ഡലങ്ങളിൽ കൂടിയിട്ടുണ്ടാകണം. ഇതിൽ വേറൊരു കാര്യമുണ്ട് രാജീവ്. നമ്മളിപ്പോൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ 2020 കൊടുത്ത സീറ്റുകൾ, 2020 കൊടുത്ത സീറ്റുകളിൽ സ്വാഭാവികമായും BJPയുടെ വോട്ടുകൾ കുറയും. BJPക്ക് പോൾ ചെയ്യുന്ന അത്രയും വോട്ടുകൾ കണക്കെന്റെയാണ്. പക്ഷെ ആ വോട്ടുകൾ ഒരു പക്ഷേ UDFനോ LDFനോ പോയിന്നിരിക്കാം. അങ്ങനെ അവരുടെ വോട്ട് പെർസെന്റേജ് കുറയാൻ. അതായത് BJP മത്സരിക്കാത്ത 2020 ഒക്കെ സീറ്റുകളിൽ NDAയുടെ സീറ്റ് വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ കുറയാനും BJP കോൺസെൻട്രേറ്റ് ചെയ്ത സീറ്റുകളിൽ വോട്ട് കൂടാനും സാധ്യതയുണ്ട്. അതിന്റെ റിഫ്ലക്ഷൻ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ 3 സീറ്റുകൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഡാറ്റ കറക്റ്റ് ആവുള്ളൂ. പക്ഷെ അവർ ഫോക്കസ് ചെയ്ത മണ്ഡലങ്ങളിൽ അവരെ പരമാവധി ജയിപ്പിക്കാനാണ് അവർ ശ്രമിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ അവർ ഈ ഒരു ആയാസം കുറയ്ക്കാൻ കൂടി ആയിരിക്കണം ഈ 2020ക്കും BDJസിനും ഈ സീറ്റുകൾ കൊടുത്തിരിക്കുന്നതും കൂടെ നമ്മൾ കണക്കാക്കേണ്ടി വരും. അതായത് മറ്റു സീറ്റുകളിലെല്ലാം മെനക്കെടുന്നതിന് പകരം ഫോക്കസ്ഡ് ആയ സീറ്റുകളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ സ്ട്രാറ്റജി ആകാൻ സാധ്യതയുണ്ട്. ഓക്കെ, എന്തായാലും ഇത് മുഴുവൻ ആക്സിസ് മൈ ഇന്ത്യ നമ്മുടെ മുമ്പിലേക്ക് വെച്ച അവർ എക്സിറ്റ് പോളിൻ്റെ ഭാഗമായി സാമ്പിളിങ്ങിലൂടെ കണ്ടു എന്ന് പറയുന്ന ആളുകളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ ഒരു സംക്ഷിപ്തം നമ്മുടെ മുമ്പിലേക്ക് അവർ വെച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇതൊക്കെ പറയുന്നത്. എക്സിറ്റ് പോളുകൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ദയനീയമായി പരാജയപ്പെട്ട ചരിത്രം നമ്മളുടെ മുമ്പിലുണ്ട്. കേരളത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏതാണ്ട് അതിൻ്റെ യഥാർത്ഥ റിസൾട്ടുമായി ചേർന്ന് നിൽക്കുന്നതായിരുന്നു. സീറ്റുകളുടെ എണ്ണത്തിലല്ല, ഭരണം ആർക്കായിരിക്കും, ഏത് മുന്നണിക്കായിരിക്കും എന്ന് പ്രവചിക്കുന്ന കാര്യത്തിൽ എക്സിറ്റ് പോളുകൾ 2011-2011 2001 മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എക്സിറ്റ് പോളുകൾ ഭരണം ഏത് മുന്നണിക്കായിരിക്കും എന്ന് കൃത്യമായി കേരളത്തിൽ പ്രവചിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ ഈ ഡാറ്റയെ ഒരു ചർച്ചയ്ക്കായി നമ്മൾ എടുത്തത്. അപ്പോഴും ഇത് എക്സിറ്റ് പോൾ മാത്രമാണ്, പ്രവചനങ്ങൾ മാത്രമാണ്. യഥാർത്ഥ ഫലം മെയ് 4 വരും. അപ്പോൾ മാത്രമേ നമുക്കിതിനെ ഏതെങ്കിലും വിധത്തിൽ കോറിലേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.